ഒരു നല്ല പാരന്റ് എങ്ങനെയായിരിക്കണം? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇതാണ്. ഒരു ഓവറോൾ ഒരു അരച്ചിലേക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഒരു നല്ല പാരന്റ് എങ്ങനെയായിരിക്കും? ഇപ്പൊ കുട്ടികൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു പുതിയ പാരന്റ് ആവാൻ പോകുന്നു എന്നൊക്കെ അറിയുന്ന സമയത്തെ പാരന്റ്സ് ഇങ്ങനെ എന്താണ് എങ്ങനെയൊക്കെ നല്ല പാരന്റ് ആവാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. പക്ഷെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വിചാരിച്ച പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ പോകുന്നുണ്ടാവാം. അപ്പം കുറേയൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചായിരിക്കും അവരും കുട്ടിയുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക. ഇപ്പം നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയാന ബോമറിലിന്റെ ഒരു പാരന്റിങ് സ്റ്റൈൽസ് പറയുന്നുണ്ട്. ഒരു 4 പാരന്റിങ് സ്റ്റൈൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ എന്ന് പറയുമ്പോൾ ഒരു അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന, അവർക്കൊരു ഫ്രീഡം ഒന്നും കൊടുക്കാതെ, അവർക്ക് ഡിസിഷൻസ് ഒന്നും എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കാതെ ഒരു റൂൾസ് പാരന്റ്സ് സെറ്റ് ചെയ്തിട്ട് കുട്ടികളെ അതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുക, പുറത്തേക്ക് വിടാതെ ഒരു ഫ്രീഡം ഒന്നും കൊടുക്കാതെ അങ്ങനെ വളർത്തുന്ന ഒരു രീതി, അതാണ് അതോറിറ്റേറിയൻ പാരന്റിങ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനൊന്നും കഴിയാതെ വരെയും അപ്പം ഭയങ്കരമായിട്ട് ഒരു അൺഹാപ്പി ആയിട്ടുള്ള കുട്ടികളായിരിക്കും അവരെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പാരന്റിങ് സ്റ്റൈലാണ് ഒരു പെർമിസീവ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് കുട്ടികൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ഫ്രണ്ടായിട്ട്, ഇപ്പം നമ്മൾ പറയില്ലേ അതൊരു പാരന്റ് അല്ല ഒരു ഫ്രണ്ടാണ് കുട്ടിക്ക് എന്ന് പറയില്ലേ, അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടിക്ക് കൂടെ നിൽക്കുക, അവർ ഭയങ്കര അഫെക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുന്ന പാരന്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പാരന്റിങ് ആണെങ്കിലും കുട്ടിക്ക് നല്ലൊരു കംഫർട്ട് സ്പേസ് കിട്ടും. പക്ഷേ വലുതാവുന്ന സമയത്ത് കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു ഡിസിപ്ലിന് കുറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ടാവും. പിന്നെ മറ്റൊരു പാരന്റിങ് ടൈപ്പാണ് ഈ ഒരു അവോയ്ഡൻ ടൈപ്പ്, അതായത് കുട്ടികളെ അവോയ്ഡ് ചെയ്യുക. അതായത് അങ്ങനെ ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അവർ എന്താണ് ഇങ്ങനെ സ്നേഹം കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഫെക്ഷൻ കുട്ടികളുടെ അടുത്ത് കാണിക്കുന്നൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ആവുക അങ്ങനെയൊന്നുമില്ല, അവരുടെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാതെ ഒരു അൺഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു പാരൻസ്. ആ ഒരു പാരന്റിങ്ങിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം 3 കഴിഞ്ഞ് 4ാമത്തേതെന്ന് പറയുമ്പം ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിന് കുട്ടികളുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ട്, എന്നാൽ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാരന്റിങ്. അപ്പോൾ ആ ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് ഒരു ബെസ്റ്റ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളാണെങ്കിലും പാരന്റിങ്ങിൽ നല്ലൊരു പാരന്റ് എന്ന് പറയുമ്പോൾ ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം, എന്നാൽ അവരെന്ത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും വേണം, അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം, എന്നാൽ ആ ഒരു ലിമിറ്റ് വെക്കാൻ അറിയുകയും വേണം. അങ്ങനെയാണ് നമ്മളൊരു നല്ല പാരന്റ് ആവാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ ചില സമയത്ത് ഇത് നമ്മളെ കയ്യിൽ നിൽക്കാറൊന്നുമില്ല. അപ്പം പാരൻസ് തന്നെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തണം നമുക്ക് എന്നുള്ളതൊക്കെ അവർ തന്നെ അവരെ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. ശരിക്കും പാരന്റിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാല് ഇപ്പം കഴിഞ്ഞൊരു ഏതോ ഒരു എപ്പിസോഡില് ആരാന്ന് കൃത്യമായിട്ട് ഓർക്കുന്നത്, ഒരു സൈക്കോളജിസ്റ്റ് ഡിസ്കസ് ചെയ്തു, ഹിറ്റ്ലറിന്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പം ഹിറ്റ്ലർ അങ്ങനെ ആവാൻ കാരണം അദ്ദേഹത്തിന്റെ അച്ഛനൊരു റോങ് പാരന്റ്, ഒരു നാർസിസിസ്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള ഒരു കേസ്. അപ്പൊ പാരന്റിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഭാവിയിൽ എങ്ങനത്തെ ഒരാളായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ കുഞ്ഞിലേ കൊടുക്കുന്ന ഒരു പാരന്റിങ് ആണ്. അപ്പൊ മാഡം പറഞ്ഞ 4ാമത്തെ അതോറിറ്റേറ്റീവ് പാരന്റിങ്. അപ്പോൾ ആ പാരന്റിങ് ശീലിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യാം. ഈ സെഷന്റെ അടുത്ത ഭാഗങ്ങൾ നാളെ രാത്രി 7:30 കാണാം.